എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 139. എ ബി ഈസ് ഈക്വൽ ടു 15 ആയാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ വില കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 139 തന്നിട്ടുണ്ട്. അതുപോലെ എ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 15 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ വാല്യൂ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എടാ ഇതിനായിട്ട് നമുക്ക് എ പ്ലസ് ബി വേണ്ടേ? എ പ്ലസ് ബി ഇവിടെ എവിടെയും തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇതൊരു സർവ്വസമവാക്യമല്ലേ? ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്ത് നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ. ഇവിടെ നോക്കി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 139 തന്നിട്ടില്ലേ? അതിവിടെ കൊടുക്കാമല്ലോ. ഈക്വൽ ടു 139 പ്ലസ് 2ab. നോക്കടാ, എ ബിയുടെ വാല്യൂ 15 എന്ന് ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഗുണം 15 ഈക്വൽ ടു 139 പ്ലസ് 2 ഗുണം 15 എത്രയാണ്? 30 ഈക്വൽ ടു 169. ഈ 169 എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ്. എടാ ഇതിൽ നിന്ന് നമുക്ക് എ പ്ലസ് ബി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? എ പ്ലസ് ബി ഈക്വൽ ടു ഈ സ്ക്വയർ സമത്തിനപ്പുറത്ത് കൊണ്ടുപോയാൽ പോരെ? കൊണ്ടുപോകുമ്പോൾ റൂട്ട് 169 ആവും. റൂട്ട് 169 വാല്യൂ എത്രയാണ്? 13 നമുക്ക് എ പ്ലസ് ബിയുടെ വാല്യൂ കിട്ടി. ഇവിടെ നോക്കിയേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വാല്യൂ എത്ര നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു? എത്രയെന്ന്? 169 ഡിവൈഡഡ് ബൈ എ പ്ലസ് ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 13. എടാ 169 ഡിവൈഡഡ് ബൈ 13 എത്ര തന്നെയാണ്? 13 തന്നെയാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ.